दिल हूँ करे घबराए, धन धम धम करे डर जाए, एक बूंद कभी पानी की मोरी अखियों से बरसाए। दिल हूँ करे घबराए, धन धम धम करे डर जाए, एक बूंद कभी पानी की मोरी अखियों से बरसाए। दिल हूँ करे घबराए। ഹലോ, അടുത്തതായി ഈ ഒരു രാഗത്തിൽ നിന്നും ഒരു തമിഴ് ഗാനം കൂടെ, നിന്നു കോരി വർണ്ണം എന്ന ഗാനം, ഇളയരാജ സാറിൻ്റെ ഈണത്തിൽ പിറന്നവയുടെ ഗാനം ഐശ്വര്യ നിങ്ങളുടെ ആലപിക്കും. ഹലോ, താങ്ക് യു. അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് ഗാനങ്ങൾ, നേരത്തെ സുനിമാഷ് സൂചിപ്പിച്ച ഒരുപാട് ഗാനങ്ങൾ നിങ്ങളുടെ മനസ്സിലൊക്കെ ഓടിയെത്തി കാണും ഈ ഒരു രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള. അതിൽ കുറച്ച് ഗാനങ്ങളിലൂടെ ഞങ്ങൾ മൂന്ന് വന്നു പോവുകയാണ്. അതിനുശേഷം നമുക്ക് അടുത്ത രാഗത്തിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ ഒരുപാട് ഗാനങ്ങളുണ്ട്. ഞങ്ങൾ ഓരോ പാട്ടുകളും കുറച്ച് വരികളോട് മാത്രം, 2 വരി മാത്രമേ പാടുന്നുള്ളൂ. നീ എൻ സർഗസൗന്ദര്യമേ, നീ എൻ സത്യസംഗീതമേ, നിന്റെ സങ്കീർത്തനം ഓരോ ഇടങ്ങളിൽ പാടുവാ നീ തീർത്ത മൺവീണ ഞാൻ. നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ,
ജ്യോതിർമയ ഉഷസ്സിന് വെള്ളിച്ചാവരം വീശും മേഘങ്ങളെ സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. അടുത്തത് ബോംബെ രവി സാർ ഈണം പകർന്ന് നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീരാടുവാൻ നിളയിൽ നീരാടുവാൻ നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളേ നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളേ നീരാടുവാൻ നിളയിൽ നീരാടുവാൻ കടവത്ത് തോണിയടുത്തപ്പോൾ പെണ്ണിൻ്റെ കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം കടവത്ത് തോണിയടുത്തപ്പോൾ പെണ്ണിൻ്റെ കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം. അടുത്തത് തൻകനിയുടെ ഒരു ഔട്ടർ റെക്കോർഡാണ്. നിങ്ങൾക്ക് കേട്ട് പരിചയമുണ്ടാകും. രവീന്ദ്ര മാസ്റ്ററുടെ ഏറ്റവും നല്ല പാട്ടുകളിൽ ഒന്നാണ്. ഇന്നും ചിരിക്കുന്ന സൂര്യൻ്റെ ചെങ്കതിർ ഇന്നെത്ര ധന്യതയാർന്നു എല്ലെണ്ണ തന്മണം പൊങ്ങും നിൻ കൂന്തലിൽ പുൽകി പടർന്നതിനാലേ. അടുത്ത ഗാനം മധുചന്ദ്രികയുടെ ഛായ തളികയിൽ മഴവിൽ പൂമ്പൊടി ചാലിച്ചു മനസ്വിനി നിൻ മായാരൂപം മനസ്സിൽ ഞാൻ വരച്ചു. താങ്ക് യു. ഏഴു സുന്ദര രാത്രികൾ ഏകാന്ത സുന്ദര രാത്രികൾ വിവാഹ തരളിത ഗാത്രികൾ വിവാഹപൂർവ രാത്രികൾ ഇനി ഏഴു സുന്ദര രാത്രികൾ. ഞാൻ ഈ പാട്ട് പാടിയത് നമ്മളെ ഒരു നാടകഗാനം ഉണ്ടല്ലോ, ഒന്ന് പാടും. മാരിവില്ലിൻ തന്മലരെ പ്ലീസ്. മാരിവില്ലിൻ തേന്മലരെ മാഞ്ഞു പോകയോ മാഞ്ഞു പോകയോ മാരിവില്ലിൻ തേന്മലരെ മാഞ്ഞു പോകയോ മാഞ്ഞു പോകയോ. മോഹനരാഗത്തിൽ നമുക്ക് ഒരുപാട് ഇവിടെ എഴുതി വെച്ച പാട്ടുകൾ വായിച്ചു പോകാൻ മാത്രമേ സമയമുള്ളൂ. സ്വർഗപുത്രി, ഗുരുവായൂർ അമ്പലനടയിൽ, ഉജ്ജയിനിയിലെ ഗായിക, കരിമുകിൽ കാട്ടിലെ, നിന്മണിയറയിലെ, അങ്ങനെ പോകുന്നു പാട്ടുകളുടെ എണ്ണം. പിന്നെ താരാട്ട് പാടിയാലേ ഉറങ്ങാറുള്ളൂ, ഒന്ന് കളിവീട് ഉറങ്ങിയല്ലോ. നിധീഷിനെ ചെറുപ്പത്തിൽ ഞാൻ പാടിച്ച പാട്ടാണ്. ആ കഷ്ണം കൂടി ഒന്ന് പാടാം. താരാട്ട് പാടിയാലേ ഉറങ്ങാറുള്ളൂ. പെട്ടെന്ന് നിർത്താം നമുക്ക്. താരാട്ടു പാടിയാലേ ഉറങ്ങാറുള്ളൂ ഞാൻ പൊന്നും നൽകിയാലേ ഉണരാറുള്ളൂ കഥയൊന്നു കേട്ടാലേ ഉണ്ണാറുള്ളൂ എൻ്റെ കൈവിരൽ തുമ്പു പിടിച്ചേ നടക്കാറുള്ളൂ അവൻ നടക്കാറുള്ളൂ. അപ്പോൾ ഈ പാട്ടുകളുടെ നമ്മളിപ്പോൾ ഇവിടെ ഇത്രയും പാടിയ പാട്ടുകൾ നമ്മൾ എടുത്തു നോക്കിയാൽ
എല്ലാ തരത്തിലുള്ള എല്ലാ ഭാവത്തിലുള്ള പാട്ടുകളുണ്ട്. എനിക്ക് തോന്നുന്നു കർണാടക സംഗീതത്തിൽ എല്ലാ ഭാവത്തിലും ഒരു രാഗത്തെ എടുത്ത് പ്രയോഗിക്കാൻ പറ്റുന്ന രാഗമേത് എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു രാഗം മോഹനം തന്നെയാണ്. എനിക്കൊരു പെണ്ണുണ്ട് എന്നുള്ള പാട്ടുണ്ട് അതിനകത്ത്. വ്യത്യസ്തനാമൊരു ബാർബാർ. നേരത്തെ നിഷാദ് സൂചിപ്പിച്ച പോലെ ഈ സിനിമാ സംഗീതത്തിൽ ബേസിക്കലി അത് മോഹനം ആണെങ്കിലും ഇപ്പം കരിമുകിൽ കാട്ടിലയുടെ പല്ലവിയുടെ ഒരു നിഷാദം അതിനകത്ത് കയറി വരുന്നുണ്ട്. അങ്ങനെയുള്ള ചെറിയ വ്യത്യാസങ്ങൾ ഒഴിച്ചാൽ ബേസിക്കലി എല്ലാ ഭാവത്തിലുള്ള പാട്ടുകളും കവിതകൾ ധാരാളം ഈ രാഗത്തിലുണ്ട്. പാടാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. മധുസൂദൻ നായരുടെ വളരെ പ്രശസ്തമായ 12 മക്കളെ പെറ്റൊരമ്മേ നിൻ്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ എന്ന് പറയുന്ന കവിത. അങ്ങനെ ഒട്ടനവധി കവിതകളും ഒരുപക്ഷെ ഇന്ന് നേരത്തെ പാടിയ നിങ്ങൾ പ്രാർത്ഥന മോഹനാണെന്നാണ് എൻ്റെ അല്ലേ? പ്രാർത്ഥനയും നേരത്തെ പാടിയത് മോഹന രാഗത്തിലാണ് എന്നുള്ളതാണ്. നമ്മുടെ സമയക്കുറവുകൊണ്ട് അടുത്ത രാഗത്തിലേക്ക് കടക്കുകയാണ്.